ഈ മണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് വളരെ പുരാതനമായിട്ടുള്ളൊരു മണിയാണ്. 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ മണിക്ക്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചിറ്റാറ്റുകര എന്ന ഗ്രാമത്തിലെ പള്ളിയിലെ മണിയാണ്. എൻ്റെ അമ്മ വീടാണ് ചിറ്റാറ്റുകര. ഞാൻ ചെറുപ്പത്തിൽ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് മുകളിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കസിനായിട്ടുള്ള അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഈ മണിമാളിക കാണാനായിട്ട് കയറി. നമ്മൾ വളരെ സിമ്പിളാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കോണികൾ. പക്ഷേ വളരെ ചെറുതും നമുക്ക് കയറുമ്പോൾ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കോണിയാണിത്. അങ്ങനെ മുകളിലേക്ക് കയറി ഇപ്പോൾ എത്തും എന്ന് വിചാരിച്ച് ഏറെ നടന്നിട്ടും അതിൻ്റെ മുകളിൽ എത്തിയില്ല. വളരെ ഇടുങ്ങിയ കോണിയായതിനാൽ ഇതിലൂടെ കയറുമ്പോൾ വയസ്സായവർക്കും തടിയുള്ളവർക്കും പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ തലകറക്കമുള്ളവർക്കും ചെറിയ പേടി തോന്നും. എങ്കിലും മുകളിലെ കാഴ്ച കാണുമ്പോൾ നമുക്ക് അതൊന്നും ഒരു പ്രയാസമായി തോന്നുകയില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചിറ്റാറ്റുകര ഗ്രാമം മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണത്. പള്ളിയുടെ ഗ്രൗണ്ട്, പള്ളിയോട് ചേർന്നിട്ടുള്ള സ്കൂൾ, ചിറ്റാറ്റുകര അങ്ങാടി, വളരെ അടുത്തടുത്ത് വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അങ്ങാടിയാണ് ചിറ്റാറ്റുകര അങ്ങാടി. ഇത് മുഴുവനായി നമുക്കിതിൻ്റെ മുകളിൽ നിന്നിട്ട് വളരെ ഭംഗിയിൽ കാണാൻ സാധിക്കും. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ ഏറെ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. മുട്ടുവേദനയായിട്ടും അമ്മ പണ്ട് കയറിയിരുന്ന ഈ മണിമാളികയുടെ ഓർമ്മ പുതുക്കാനായി അമ്മ വീണ്ടും ഇതിൻ്റെ മുകളിൽ കയറി. വളരെ ഇടുങ്ങിയ കോണിയായതുകൊണ്ട് ഇറങ്ങുവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയൻ അവൻ്റെ മകളെയും പിടിച്ചാണ് മുകളിൽ കയറിയത്. കയറിയതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തിരിച്ചിറങ്ങാൻ. അങ്ങനെ ഒരുവിധം ഞങ്ങൾ മെല്ലെ മെല്ലെ സൂക്ഷിച്ച് ഇറങ്ങി.
ഇതാണ് ആ പുരാതനമായ മണി. ഇത്ര വർഷം പഴക്കമുണ്ടെങ്കിലും അത് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയി തന്നെയാണ് നിൽക്കുന്നത്. ഈ പുരാതന മണി കാണുവാൻ വളരെ കൗതുകമുണ്ടായിരുന്നു. സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചിറ്റാറ്റൂർ എന്നാണ് ഈ പള്ളിയുടെ പേര്. അതതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. കുറച്ച് ക്ലാവ് വന്നിട്ടുണ്ടെങ്കിലും പുരാതനമായ ഈ മണി കാണുവാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ കയറിയതിൽ ഏറ്റവും പേടിയുള്ളത് എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്കായിരുന്നു. അവൾ വളരെ പേടിച്ചാണ് ഇറങ്ങിയിരുന്നത്. പുറമേ നിന്നും നോക്കുമ്പോൾ ഇതാണ് ആ മണിമാളിക.